إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. റഹ്മാൻ റഹീമായ മാലിക്കുൽ മുൽക്കായെ അള്ളാഹുടെ നിയമ നിദർശനത്തോ നല്ലോണം മനസ്സിലാക്കിയിട്ട് അതുപോലെ രഹസ്യം പരസ്യ ജീവിതത്തിൽ അളവടിച്ചിട്ട് മിഞ്ചും ചൊന്തു ഞാൻ എൻ്റെ സ്വന്തത്തോടെ മറക്കാണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വസിയത്തും നസീഹത്താക്കിയില്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംതൃപ്തി കൊതിച്ചിട്ട് ജീവിച്ചിട്ട് ഈ ദുനിയാവിടെ പോണ്ട് ആ യാത്ര ആ ലാസ്റ്റ് പോണ്ട് മൂമെന്റിൽ വെച്ചിട്ട് തൗഹീദ് കലിമത്താനിക്കത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലക്കത്തെ ആ തൗഹീദ് കലിമത്ത് ചെന്ത് മരിക്കൂലെ തൗഫീഖ് റഹ്മാനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഈമാനോടെ മരിച്ചു പോയനിക്കത്തെ ഞങ്ങളെ കുടുംബത്തെ ആൾമാർ, ഞങ്ങളുടെ രാജ്യത്തെ ആൾമാർ, ഞങ്ങളുടെ ചങ്ങായിമാർ, ഞങ്ങൾ കണ്ടെങ്കിൽ പള്ളിയിൽ കണ്ട ആൾമാർ റഹ്മാനായ റബ്ബു അങ്ങനെ മഗ്ഫിറത്താക്കറ്റ് അങ്കും നങ്ക് ജന്നാത്തുൽ ഫിർദൗസ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ എത്ര നിരപരാധി ബാലക്കാര് ജയിലുള്ളവരും റഹ്മാനായ റബ്ബു എത്ര വേഗ അങ്ങനെ റിലീസാക്കിട്ട് ഞങ്ങളൊട്ടിക്ക് വന്നിട്ട് ഈദും ഖുത്ബത്തും വന്ന് കൂടുകയുള്ള തൗഫീഖ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ആഫിയത്തില്ലാണ്ട് ഉള്ള ആൾമാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്ത് കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. മനസ്സിലാക്കൂല്ലേ, ഞങ്ങളെല്ലാവരും മുസ്ലിം ആയിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ ഞങ്ങളെ വിളിച്ചേ കുന്തും ഖൈറ ഉമ്മത്ത്, മാനവ സമുദായത്തിൽ വെച്ചിട്ട് നിങ്ങൾ ടോപ്പ് കാറ്റഗറി ആൾമാർ, നിങ്ങൾ ഖുർആൻ കിട്ടിയ ആൾമാർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിട്ടുള്ളവരുണ്ട്. ഈ മുസ്ലിം ചൊല്ലുമ്പോയിട്ട് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ, മുസ്ലിം ചൊല്ല സറണ്ടർ ആവും, ശരണാഗതി ആവും. ആർക്ക് ഈ ആകാശ ഭൂമി ഉണ്ടാക്കി അള്ളാഹു സമ്പൂർണമായിട്ട് സറണ്ടർ ആവും. റബ്ബുക്ക് സറണ്ടർ ആയിട്ട് മിഞ്ചിലുള്ള പേരായിട്ട് മുസ്ലിം ആയിട്ടും ഇസ്ലാം ചെന്ന പീസ് ആയിട്ടും ശാന്തി ആയിട്ടും അവിടെ മനസ്സിലാക്കൂല്ലേ, ഞങ്ങ മുസ്ലിമായി ജീവിക്കുന്ന നാനും നിങ്ങ കംപ്ലീറ്റ് ആയിട്ട് റബ്ബുക്ക് സറണ്ടർ ആയിട്ട് മിഞ്ചുകൊള്ളേ. കാരണം ഈ ദുനിയാവിലെ ഹയാത്ത് ഈ ദുനിയാവിലെ മൗത്തല്ല, ബദലായിട്ട് ഈ ദുനിയാവിലെ മൗത്തായാൽ പിന്നെ ഒരു ജീവിതമുണ്ട്, പാരത്രിക ജീവിതം ഞങ്ങൾക്കുണ്ട്. മറിച്ചിട്ട് പോയിട്ട് ആരും ഞങ്ങൾക്ക് ചെന്നെങ്കില്ല. ನಾನು ಆಖ್ರನ್ನು ನೋಕೆ, ನಾನು ಸ್ವರ್ಗತ್ವವನ್ನು ನೋಕೆ, ನಾನು ನರಕತ್ವ ನೋಕೆ ಚೆನ್ನ ಚುತ್ತುಪಾಡ್ಲ ಆರು ಇಲ್ಲ.
മാത്രമാ അത് ഞങ്ങൾ ഈമാന്റെ ഭാഗമായിട്ടുണ്ടു പാരത്രിക ജീവിതം ഉണ്ട് ചൊല്ലു. അപ്പൊ ഈ പാരത്രിക ജീവിതത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുണ്ടു ഈ ദുനിയാവില് മൗത്തു ചൊല്ലെ യാഥാർത്ഥ്യ സത്യ. അതായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മൗത്തിനെ സംബന്ധിച്ച് ഖുർആൻ ചൊല്ലെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. പ്രതി ഒരു ശരീര അല്ല ചൊല്ലെ മൗത്തിനെ നൊമ്പലല്ല, ടേസ്റ്റ്. നിങ്ങളെ പ്രതി ഒരു ശരീരം മൗത്തിലെ ടേസ്റ്റ് അത് അനുഭവിച്ചിട്ടേ തീർ അല്ലാഹു ചൊല്ലെ. അതിൽ ആർക്കും എന്തില്ല, ഒരു ഡൗട്ട് ഇല്ല. കാസിന്നവൻ മരിക്കുകയില്ല, ചന്ദിന്നവൻ മരിക്കുകയില്ല, ഉന്നത അധികാരി മരിക്കുകയില്ല, വലിയ വലിയ രാജാക്കന്മാർ മരിക്കുകയില്ല, വലിയ വലിയ പൊളിറ്റിക്സ് ആൾമാർ മരിക്കില്ല, അങ്ങനെ ഒന്നുമില്ല. എത്ര വലിയ സ്ഥാനം അലങ്കരിച്ച വ്യക്തി പോലും അള്ളാഹു മാത്രമല്ല അങ്ങ് എത്ര വലിയ ഭദ്രക്കോട്ടയിൽ നിന്നെങ്കും പോലും അല്ല ചെല്ലേ മൗത്ത് ഞങ്ങളെ കണ്ടിട്ടേ തീർന്നു ചെല്ലേ. അപ്പൊ ഈ മൗത്തോടെ ഞങ്ങളെ ജീവിതം തീർന്നു പോകേണ്ടതല്ല, മൗത്തോടെ ശാശ്വതമായ ഉള്ളണിക്കത്തെ ഒരു ജീവിത തുടങ്ങുകയുള്ളതായിട്ട്. ചിലപ്പോ ഒരു മനുഷ്യ ഈ ദുനിയാവിൽ ഹയാത്ത് ശാശ്വതമായ ആയുസ്സല്ല കൊടുക്കേണ്ടി ഇന്നുണ്ടായെങ്കിൽ സർവലോകത്ത് റഹ്മത്തായി കർത്തനിക്കത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖ് ഇണ്ട് ഞങ്ങളൊട്ടിಗೆ പേരിഞ്ച് ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ് പോലും 63 വർഷ കാലഘട്ടം മാത്രമായിട്ട് ഈ ദുനിയാവിൽ മിഞ്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ് 70 അതിൽ ഉൾഗ ഒരു മനസ്സിലാക്കും. ചെറിയൊരു ആയുസ്സായിട്ട് ഞങ്ങൾ ലൈഫ് ഞങ്ങൾക്ക് അല്ലാഹു തന്നത്, വലിയ ആയുസ്സൊന്നുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ട് പ്രബോധന രംഗത്ത് വിശദീകരിക്കും അല്ല പഠിപ്പാട്ടേ 1050 വർഷം കൊറടി, അതായിട്ട് 950 ഇയേഴ്സ് ഒലിമ്പോ 150 വർഷമായിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുനിയാവിൽ ജീവിച്ചെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് അല്ല പഠിപ്പാട്ടി തന്നെ 63 വർഷ കാലഘട്ടം മാത്രമായിട്ട് റസൂൽ ഞങ്ങളൊട്ടിಗೆ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ ജീവിച്ച് ചെല്ലുമ്പോ ചിലപ്പോ ഞങ്ങൾ ആയസ് അത്രയായിട്ട് ഇന്നെങ്കിൽ ഒരു ആയസിനെ പോലെ ഞങ്ങൾക്ക് കണക്ക് കൂടാൻ സാധ്യമില്ല. ഇതേ ടൈമിൽ മരിക്കണേ, ഇതേ പ്ലേസിൽ മരിക്കണേ, അല്ലാഹു ആലം. അതൊരു ഗൈബ ഇൽമായിട്ടുണ്ട്, അല്ലാഹു അല്ലാണ്ട് ആർക്കും കൊന്നില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ആയസിനെ സംബന്ധിച്ച് ഞങ്ങളെ ഒന്ന് ആയസ് കമ്പയർ ആക്കിയെങ്കിൽ ഇനി ഈ ദുനിയാവിൽ അങ്ങ് എത്ര വർഷം മിഞ്ചുകൊണ്ടു, എത്ര കാലം ഞങ്ങൾക്ക് മിഞ്ചുകൊണ്ടു. മാത്രമാ ഈ മിഞ്ചു നടുവിൽ ഞങ്ങൾ മനസ്സിലാക്കില്ലേ ഒരുപാട് ടൈം ഞങ്ങൾ സ്പെൻഡ് ആക്കിയുള്ള ദുനിയാവില് നന്റെ ആസ്തിക്ക് ഉണ്ടാക്കോ ബേനായിട്ട്, മുതലുണ്ടാക്കോ ബേനായിട്ട്, പെഞ്ഞായിക്ക് ബേനായിട്ട്, മക്കൾക്ക് ബേനായിട്ട്, ബിസിനസ്സുക്ക് ബേനായിട്ട് എല്ലാ ചുറ്റുപാടും ഞങ്ങൾ ഓടിക്കളിച്ചുകൊണ്ടുള്ള ഏത് ഈ ദുനിയാവുടെ ബാക്കിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ദുനിയാവുടെ ഉണ്ടാക്കിയ അള്ളാഹു ഞങ്ങൾക്ക് പരിപാടി തന്റെ ഈ ദുനിയാവിനെ സംബന്ധിച്ചിട്ട് അല്ല ചെല്ലേ ഏതൊരു ദുനിയാവുടെ ബാക്കിനെ ഓടിക്കളിച്ചുകൊള്ളു, ഏ ദുനിയാവുടെ സ്ഥാനമാനത്ത് ബേനായിട്ട്, ഏ ദുനിയാവുടെ പ്രശസ്തിക്ക് ബേനായിട്ട്, ഏ ദുനിയാവിൽ ആലാവുക ബേനായിട്ട്, ഏ ദുനിയാവ് മുതലുണ്ടാക്കോ ബേനായിട്ട് നിങ്ങൾ ഓടിക്കളിച്ചോളൂ. അല്ല ചെല്ലേ ഇതൊരു ചീറ്റിംഗ് ആയിട്ടുണ്ട്, ഒരു വഞ്ചനായിട്ടുണ്ട്, ഇതൊരു അലങ്കാരം മാത്രമായിട്ടുണ്ട്. മാത്രമേ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടോ പോണില്ല, ഈ സ്വത്തൊന്നും നിങ്ങൾക്ക് കിട്ടോ പോണില്ല, ഈ പേരൊന്നും നിങ്ങൾക്ക് പെർമനന്റ് കിട്ടോ പോണില്ല, ഈ സ്ഥാനമാണൊന്നും പെർമനന്റ് നിങ്ങൾക്കല്ല. അല്ല ചെല്ലേ ഇതെല്ലാം ടെമ്പററി ആയിട്ടുണ്ട്. മാത്രമല്ല അല്ല ചെല്ലേ വഞ്ചനായിട്ടുണ്ട്, ചീറ്റിംഗ് ആയിട്ടുണ്ട്. ഇതിങ്ങൾ വഞ്ചിച്ചുകൊണ്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തന്റെ ഈ ദുനിയാവിൽ നിങ്ങൾ മിഞ്ചോന്നു എങ്ങനെ ചൊന്നിട്ടായെങ്കിൽ സഫർക്ക് വന്ന പോലെ, ഒരു യാത്രയ്ക്ക് വന്ന പോലെ മിഞ്ചോന്നു. ഏ സന്ദർഭത്തിൽ വേണമെങ്കിൽ, ഏ മൂവ്മെന്റിൽ വേണമെങ്കിൽ, വെഹിക്കലിൽ പോകുമ്പോവും അല്ലെങ്കിൽ ഖുതുബാക്കിന് മൂവ്മെന്റ് ആവും, നിസ്കരിക്കുന്ന മൂവ്മെന്റ് ആവും, ജുമാഅത്തുക്ക് വന്നതിനാവും നിങ്ങ തിരിച്ചിട്ട് ഔത്ത് പോണ ഉറപ്പോടെ നിങ്ങൾ വരണ്ട. ഞങ്ങൾ അങ്ങനത്തെ ഉറപ്പോടെ വണ്ടങ്ങല്ല. ഞങ്ങ ഏ സന്ദർഭത്തിൽ വേണമെങ്കിൽ മലക്കുൽ മൗത്ത് നണ്ട് നിങ്ങൾ എത് കടന്നു വരും. ആക്സിഡന്റ് രൂപത്തിലായിട്ടിക്കൂ, ഡിസീസ് രൂപത്തിലായിട്ടിക്കൂ, അൺഎക്സ്പെക്ടഡ് BP ലോ ആയിട്ടിക്കൂ, അല്ലെങ്കിൽ ഷുഗർ ഹൈ ആയിട്ടിക്കൂ. ഇതൊരു കാരണം മാത്രമായിട്ടുണ്ട്. അള്ളാഹു വിധിച്ച ടൈം അത് ബന്ധുണ്ടായെങ്കിൽ ഒരു സെക്കൻഡ് പോലും അപ്പുറേക്കാക്കില്ല. ഞങ്ങൾ പോണ്ടമേ നണ്ടാകുന്ന അവിടെ ധാരാളം പേരായി പോവും, നന്റെ വെഹിക്കൽ ധാരാളം പേരായിട്ട് പോവും. നന്റെ മക്ക കുറുനാൾ നന്റെ നെനപ്പ് വെക്കൂ, നന്റെ പിഞ്ഞായി നന്റെ ഉമ്മ നെക്കായിട്ട് കുറുനാൾ ദൂർക്ക്. മാത്രമേ ഈ ദുനിയാവുടെ നാണിപ്പം എടുത്തോ പോകുള്ളത് അല്ല ചെല്ലെ അഹ്സനു അമല, നിങ്ങൾക്ക് ഖൈറായ അമൽ മാത്രം എടുത്തു പോകില്ലേ. അപ്പോൾ മനസ്സിലാക്കുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടായെങ്കിൽ ഇതൊന്നും നാളെ കയ്യിൽ കിട്ടുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലെ ഖുർആനിലെ സൂറ അൽ അശ്റിലെ 18ാമത്തെ ആയത്ത് അല്ലാഹു നമുക്ക് പഠിപ്പാട്ടെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്
വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹ് ചൊല്ലിയ ഈമാനുള്ള ആൾമാരെ നിങ്ങൾ അല്ലാഹു സൂക്ഷിച്ച് നിങ്ങൾ മിഞ്ചറു. അല്ലാഹ് ചൊല്ലി നിങ്ങൾ നാളെയായിട്ട് എന്തിനാക്കി വെച്ചുകൊണ്ടുള്ളത്, നിങ്ങൾ നാളെയായിട്ട് നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ എന്തിനാക്കിക്കൊണ്ടുള്ളത്. ഏത് നാളെ? നമ്മുടെ ദുനിയാവുടെ നാളല്ല, ഇത് വഞ്ചനായിട്ടുണ്ട്. ഈ നാളിനൊക്കൊന്നും ഉറപ്പില്ല, ഈ നാളിനൊക്കൊന്നും ഭരവസയില്ല. അല്ലാഹ് ചൊന്നോലെ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ജീവിതമല്ല മരണമല്ലാത്ത കാലഘട്ടം നിങ്ങൾക്ക് കടന്നു വരവുണ്ടു. ഈ ദുനിയാവുടെ കാശ് മൗത്തോട് തീർന്നു പോണ്ടു, ഈ ദുനിയാവുടെ ചന്ത അത് മൗത്തോട് തീർന്നു പോണ്ടു, ഈ ദുനിയാവുടെ കഷ്ട, ഈ ദുനിയാവുടെ നൊമ്പല, ഈ ദുനിയാവുടെ ബേജാറ് അത് മൗത്തോട് അവസാനിച്ചു പോണ്ടു. മൗത്തിൽ നിലനിൽക്കുള്ള ശാശ്വതമായ ഒരു ജീവിതം ഉണ്ട്. ആ ജീവിതത്തെ അല്ലാഹു കേൾക്കേ നിങ്ങൾ എന്തിനാക്കി വെച്ചോണ്ടുള്ളൊരു നിങ്ങൾ അല്ലാഹു സൂക്ഷിച്ച് മിഞ്ചു. അല്ലാഹു ചൊല്ലും ഏത് ആനാൽ ആരായിട്ട് തീരുമാനിക്കേ അണ്ട് ആ ന്യായത്തെ വിചാരണ ആക്രമണമായിട്ട് മാലിക്കിയവും വിദ്യയിൽ നിർണായക ദിനത്തെ അധിപത്യായി അല്ലാഹുവായിട്ടുണ്ട്. അണ്ട് സ്ഥാനമാന കൊണ്ടിട്ടല്ല, അല്ലെങ്കിൽ പേര് കൊണ്ടിട്ടല്ല, ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടല്ല, അണ്ട് അവനാക്കെ വിശ്വാസത്തിൽ വെച്ച് അടിവറിച്ച ഈമാനും സത്കർമ്മത്തെ മേലായിട്ട് അണ്ട് അവിടെ അല്ലാഹു ന്യായപൂർവ്വ വിചാരണയാക്കിട്ട് തീരുമാനിക്കുകയില്ലേ. അണ്ട് റബ്ബ് തീരുമാനിക്കേ, അണ്ട് അല്ലാഹു അല്ലാണ്ട് ആർക്കും ഉണ്ടോകില്ല. അണ്ട് കാശ് നടക്കില്ല, അണ്ട് പവർ നടക്കില്ല, അണ്ട് ഇൻഫ്ലുവൻസ് നടക്കില്ല, അണ്ട് എഡ്യൂക്കേഷൻ നടക്കില്ല, അണ്ട് ഹയർ എഡ്യൂക്കേഷൻ നടക്കില്ല, അണ്ട് പവർ നടക്കാത്ത നാളില് മാലിക്കിയൗമിദ്ദീൻ അല്ലാഹു തീരുമാനിക്കേ. എങ്ങനായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹത്തിൽ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ വിഞ്ചോറ് എങ്ങനെ ചെലവാക്കിയോ നിങ്ങൾ ആയുസ് നിങ്ങൾ ഏതൊക്കെ സ്പെൻഡ് ആക്കി ഉണ്ടായിട്ട് ആ നാളില് അല്ലാഹു കേൾക്കുമ്പോ അവിടെ ആരെങ്കിലും അന്യായാവില്ല. ഇവിടെ ചിലപ്പോ ഞാൻ ആക്കി തപ്പു നണ്ടുള്ള കാശ് കൊണ്ട് ഇല്ലാണ്ടാക്കോ സാധ്യമുണ്ട്, നണ്ടുള്ള പവർ കൊണ്ട് ഇല്ലാണ്ടാക്കോ സാധ്യമുണ്ട്. ആളൊക്കെ റബ്ബിന്റെ കോട്ടലു അതൊന്നും സാധ്യമില്ല. അതല്ലേ ഖുർആൻ ചൊല്ലി മാലി ഹാദൽ കിതാബ്, റബ്ബ് ഇതൊന്ന് ഗ്രന്ഥ റബ്ബ അങ്ങനെ കയ്യിൽ അങ്ങനെ ഗ്രന്ഥത്തെ കൊടുക്കപ്പെട്ടേ ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ചെറിയ ചെറിയ വിഷയം പോലും മായ്ക്കോ സാധ്യമില്ലാത്ത രൂപത്തിലായിട്ട് അണ്ട് കുറെ ആൾമാർക്ക് ബലത്തെ കയ്യിൽ ഗ്രന്ഥ കിട്ടുമെങ്കിൽ ഇന്ന് നിഷേധിച്ച ആൾമാർക്ക് അക്രമിയായ ആൾമാർക്ക് ഇടത്ത കയ്യിൽ ഗ്രന്ഥ കിട്ടുമ്പോ അവിടെ ചൊല്ല പലക്കുണ്ടു മനുഷ്യന്മാർ ചൊല്ല ഗ്രന്ഥ കിട്ടും. യാ റബ്ബേ നിന്റെ ദുനിയാവിൽ വെച്ചിട്ട് ആ ഒരു ക്ഷണികമായ ദുനിയാവിൽ വെച്ച് ഓടിക്കളിച്ച ദുനിയാവ് ഒരുപാട് ഓടിക്കളിച്ചിട്ട് ഒരു തെല്ല് എന്തായാലും ആ ഊടുകാക്കിന്നെങ്കിൽ ഇത്ര ഹൈരിക്കാച്ചെന്ന് ഉൾപ്പെട്ട നാളായിട്ട് ആണാൽ അണ്ട് അല്ലാഹു തീരുമാനിക്കും. റബ്ബ് കേക്കറേ നിങ്ങളെ വിചാരണ നിങ്ങളെ മയ്യാവലെ ഈ ഗ്രന്ഥം നിങ്ങൾക്ക് മയ്യാവലെ ചെറിയ വിഷയ പോലും കിഞ്ചത്തോട് അന്യായ ആവാത്തനക്ക് താൻ നാളുകായിട്ട് അല്ല കേട്ടോ സൂറ അൽ അശ്റേ 18ാമത്തെ ആയത്ത് അല്ല കേക്കില്ലേ. ആ നാളുക നിങ്ങൾ എന്തിനാക്കിയുള്ളവരും ആ നാളുക ബേനായിട്ട് എന്ത് പ്രയത്നം ബന്ധമുള്ളവരും നോക്കോ സഹോദരന്മാരെ. ഞങ്ങൾ ചുറ്റുപാട് നാളേക്കുള്ള ബർസക്കിയ ജീവിതത്തിക്ക് ചില ആൾമാർ പാപ്പറായിട്ട് പണ്ട ആൾമാരുള്ളവരും അങ്ങ് ഒരുപാട് നിസ്കരിച്ചിരും, ഒരുപാട് ഇബാദത്താക്കിയവരും, അങ്ങ് ഹജ്ജിക്ക് പോയിടരും, അങ്ങ് ഉംറാക്കിടരും, അങ്ങ് ദാനധർമാക്കിടരും, മാത്രമാ റബ്ബുടെ അങ്ങ് ശരീക്കാക്കിടരും. ശിർക്കൻ വിശ്വാസം ആക്ക് സബുലായിട്ട് റബ്ബ് ഒന്നും കബൂലാക്കില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ നിസ്കരിച്ചുള്ളത്, ഞങ്ങൾ നോമ്പ് നോക്കിയുള്ളത്, ഞങ്ങൾ ഹജ്ജും ഞങ്ങൾ ഉംറം ഞങ്ങൾ ദാനധർമ്മം ಎಲ್ಲത്തെ ലക്ഷ്യം ಎಲ್ಲത്തെ ഉദ്ദേശ അല്ലാഹു സ്വർഗത്ത് കടന്നു പോകായിട്ട് ആ റബ്ബ് സ്വർഗത്ത് ഞങ്ങൾ പോണുണ്ടായിട്ട് അല്ല കേൾക്ക പല കൊണ്ടു അം ഹസിത്തൻ തുദ്ഖുലൽ ജന്ന. നിങ്ങൾ എന്ത് വിചാരിച്ചിരാ അത്ര ഈസി ആയിട്ട് നിങ്ങൾ സ്വർഗത്ത് പോണ്ടേ? നിങ്ങൾ കഴിഞ്ഞ ആൾമാർ വരാത്ത കഷ്ട വരാന്ത് ಅದಕ್ಕಾಗಿ ತ್ಯಾಗ ಬರಾಂತ ಅದಕ್ಕಾಗಿ ತ್ಯಾಗ ಸಹಿಕಾಂತ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അത്ര ഈസി ആയിട്ട് നിങ്ങൾ സ്വർഗത്തേക്ക് പോണ്ടേ? ഇവിടെ മനസ്സിലാക്കും റബ്ബ് സ്വർഗത്ത് പോണ അത്ര ഈസി അല്ല. ಅದಕ್ಕಾയിട്ട് ഒരുപാട് ഞങ്ങൾ പണിയെടുക്കുന്നു, ഒരുപാട് ത്യാഗ വരുന്നു, ഒരുപാട് സബൂർ എടുക്കുന്നു. മുസ്ലിംസുടെ പേരിൽ മിഞ്ചൊമ്പു ഊടെ ഞങ്ങക്കെന്തേ പോയിട്ട് വെൽക്കം ആക്കിടല്ല. ഇണ്ട് ചില മീഡിയത്തിൽ ഞങ്ങൾക്ക് കണ്ടോണ്ടു ദുനിയാവിന്റെ നാനാ ഭാഗത്തിൽ വെച്ചിട്ട് മുസ്ലിംസുടെ പേരില് ബേഇസ്സത്താക്കിട ആൾമാർ, ഇല്ലാത്ത അപവാദത്തെ സമുദായത്തിന് മേൽ കെട്ട ആൾമാർ, അങ്ങനെല്ലാം ഉദ്ദേശം ഒന്നായിട്ടുണ്ട്. ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശത്തെ ഒന്ന് ഇല്ലാണ്ടാക്കുന്നു. ഇത് ഇല്ലാണ്ടായാൻ കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാ വർഗത്തെ ആൾമാർക്കും എല്ലാ ബടക്ക് തരത്തിലും ഈസി തെരുവായിട്ടുണ്ട്, എല്ലാത്തും അടച്ചനായിട്ടുണ്ട്, എല്ലാത്തും അഡ്ഡ തെരുവായിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുണ്ടായെങ്കിൽ എല്ലാ ബടക്കരങ്ങ വിട്ടുനിക്കുന്ന പേരിലായിട്ട് എല്ലാ ഭാഗത്തും മുസ്ലിമുകൾ ആക്രമിച്ചുള്ളേ വേറൊന്നുമല്ല. ഇത് ചങ്ങ മുസ്ലിം പേര് കൊണ്ടിട്ട് നാളെ റബ്ബിടെ സ്വർഗത്ത് പോണേ ഞങ്ങൾ അവർ വിചാരിക്കുക വേണ്ട. അതെല്ലാം ചെന്നല്ലേ ശിർക്ക് ചൊല്ലി ഭയാനകമായ പാപ്പായിട്ടുണ്ട്. അതായിട്ട് വിളിച്ചത് കൊണ്ടിട്ട് നാളെ ഭാരതത്തിന് രക്ഷപ്പെട്ടുണ്ടായെങ്കിൽ ഇല്ല നഷ്ടപ്പെട്ടു പോയിത്തത്.
ഷേഖ് റഹിമുള്ള ജീവിതം മനസ്സിലാക്കണ്ടെങ്കിൽ തൗഹീദ് ബേനായിട്ട് ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച ഒരു ചരിത്രമായിട്ടുണ്ട്. ഫതഹുർ റബ്ബാനി ചില ഗ്രന്ഥങ്ങൾ സ്റ്റഡീസ് ആക്കണമെങ്കിൽ ആ തൗഹീദ് ചൊന്നു കൊടുക്കരുത്, ആ തൗഹീദ് വിളിച്ച ആൾമാർക്ക് എത്തുപാട്ടെ ഒരു ചരിത്രമായിട്ട് വഹീദ് ഷേഖ് റഹിമുള്ള ചരിത്രം അതിനെ വിളിച്ച് തേടുക, അതിലൂടെ നമുക്ക് ചെന്നിട്ടില്ല. അതെല്ലാം ഉണ്ടായെങ്കിൽ ആരായിട്ടുള്ള ആകാശത്തെ നിയന്ത്രിക്കണേ, ആരായിട്ടുള്ള ഭൂമിനെ നിയന്ത്രിക്കണേ, മുദബ്ബിർ അംർ ആര് കേൾക്കുമ്പോ ഖുർആൻ അല്ലാഹ് ചൊല്ലേ നാനായിട്ടുള്ള അള്ളാഹുവായിട്ടുള്ള ഇന്ത്യ സമുദായത്തെ ആൾമാർ ചൊല്ലേ കോഴിക്കോട് മരണപ്പെട്ടു പോയ വ്യക്തിയായിട്ടുണ്ട്. ആകാശ ഭൂമി നിയന്ത്രിക്ക ചൊല്ലി ഈമാനോടെ ഒരു ഇൻസാന് മരിച്ചു പോയെങ്കിൽ അല്ലാഹ് ചൊല്ലേ അവനുക്ക് ഞങ്ങൾ സ്വർഗത്തെ ഹറാമാക്കിറ. കള്ളു കുടിച്ചവനല്ല, ഗാഞ്ച പറിച്ചവനല്ല, പെണ്ണ് പിടിച്ചവനല്ല, വിചരിച്ചവനല്ല, ബട്ടർ ബിസിനസ് പോയവനല്ല. ഇതാക്കുന്നു ചൊല്ലല്ല, ഇതെല്ലാം ദൂരെ നിൽക്കിട്ട് അല്ലാഹ് ഉദ്ദേശിച്ച ആൾമകൾ അല്ലാഹ് മാഫാക്ക ചൊല്ലുമ്പോ അല്ലാഹ് ചൊല്ലേ അവന്റെ ലൈഫിൽ ശിർക്കൻ വിശ്വാസം വെച്ചിട്ട് അവന് റബ്ബിനൊട്ടേക്ക് തൗബാക്കാൻ റാലിക്കലും അശറ മൈദാനത്ത് ബന്ധുണ്ടെങ്കിൽ അല്ലാഹ് ചൊല്ലേ അവന് സ്വർഗത്തെ ഹറാമാക്കിറ. ഇത് ഖുർആന്റെ ആശയ, ഇത് നബിമാർ ഞങ്ങൾക്ക് പരിപാടി ആശയായിട്ടും സഹോദരന്മാരെ. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ മുസ്ലിമായ സബുലു ഞങ്ങൾക്ക് ഒരു പരീക്ഷണ കടന്നു വരല, ഞങ്ങൾ ബിന്ദാസായിട്ട് ലൈഫിൽ ഇല്ല. ഞങ്ങൾക്ക് മുസ്ലിം ചൊല്ല പേരില് 3 വിഷയം ഇമ്പോർട്ടന്റ്. ഒന്ന് തവക്കൽ ഭറവസ, അത് അള്ളാഹുടെ മേൽ മാത്ര. രണ്ടാമത്തെ വിഷയ സബർ, അത് എപ്പോൾ ഞങ്ങൾ ലൈഫിൽ വേണം. ഈ 2 വിഷയത്തെ അടിവറിച്ച് മിഞ്ചൊമ്മായിട്ട് അന്തിമ കാലഘട്ട ആ ഫൈനൽ എൻഡിങ് അല്ല എത്തുപാട്ടെ ശുക്ർ അൽഹംദുലില്ലാ ചെല്ലരിക്കത്തെ ശുക്ർ അല്ലാഹ് എത്തുപാട്ട. അതുപോലെ നബിമാർ ചരിത്രം അല്ലാഹ് പഠിപ്പാടി തന്നെ. ഇത് ഞങ്ങൾ വിശ്വാസിയായെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടെ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഹി വനക്സ് മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹ് ചൊല്ലേ വിശ്വാസിയായാൽ പിന്നെ നിങ്ങൾ ഞങ്ങൾ പരീക്ഷിക്കാൻ കൂട്ടാൻ നിങ്ങൾ വിചാരിച്ചുള്ളതാ. അല്ലാഹ് ചൊല്ലേ ഭയാശങ്ക കൊണ്ടിട്ട് പേടിപ്പാട് നിങ്ങൾ ഞങ്ങൾ പരീക്ഷിക്കുക. രണ്ടാമത്തെ അല്ലാഹ് ചൊല്ലേ പസി നിങ്ങൾ ലൈഫിൽ പസി തന്ന് നിങ്ങൾ പരീക്ഷിക്കുക. മൂന്നാമത്തെ നിങ്ങൾ ബിസിനസ് ധനഹാനി ലോസ് ആക്കിട്ട്, നിങ്ങൾ കൃഷി ഉത്പന്ന നാശാക്കിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക. അതല്ലെങ്കിൽ അല്ലാഹു ചൊല്ലേ ജീവഹാനി നിങ്ങൾക്ക് ബേനായ ആൽമാര് ജീവത്തെ എടുത്തിട്ട് ആ സന്ദർഭം നിങ്ങളെ പരീക്ഷിക്ക ചൊല്ലുമ്പോ ചിലപ്പോ പല പ്രാവശ്യം ഓതി ആയത്തിത്. ഇതിന്റെ വിശദീകരണം ഞങ്ങൾ വലിയൊരു ഇൻട്രസ്റ്റ് ഞങ്ങൾ നോക്കിയിട്ടിക്കല. ഈ വിശദീകരണം മനസ്സിലാക്കേണ്ടെങ്കിൽ, ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ടെങ്കിൽ ഇന്നാലല്ല മുഞ്ഞാണ്ട് വെച്ചിട്ട് ഈദുൽ അദ നടന്നിട്ട് പല രായത്തില് പല പത്രക്കണ്ടില് ഈദുൽ അദ ബലിപ്പെരുന്നാൾ നടന്നിട്ട്. ഈ ബലിപ്പെരുന്നാൾ നടന്ന സന്ദർഭത്തില് അണ്ടത്തെ സുബൈ അൽ ജസീറ റിപ്പോർട്ടിലോ ന്യൂസ് റിപ്പോർട്ടിലോ ഒരു ന്യൂസ് നിങ്ങൾ നോക്കിയിട്ടിക്കോളും. 1 മിനിറ്റ് 43 സെക്കൻഡ് ഒരു ന്യൂസ് ആയിട്ട് അതായിട്ട് 12 വർഷം ചെറുക്ക ഒരു തക്ബീർ ചൊല്ലോ കുറെ മക്കളെ പള്ളിക്കുട്ടിയെ പോണ്ടേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ ചെന്നോയിട്ട് ഒരു ബ്ലോഗർ നിപ്പാടിയ ചെറുക്കത്തെ കേക്കിട. ആ ചെറുക്ക കണ്ണീർ തന്നിയോട് ഓതി ആയത്തിത്. ആ ഗാസത്ത് മണ്ണിൽ വെച്ചിട്ട് ആ ചെറുക്ക ഓതി ആയത് ഏത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഹി വനക്സ് മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലേ, ഒരു പറഞ്ഞ ഡ്രസ്, കൈ ഒന്നിൽ കട്ടായ ഡ്രസ്, കണ്ണിൽ കണ്ണ് തന്നി കണ്ടോണ്ടു ആ കണ്ണിൽ തന്നിരൊട്ടിಗೆ ഒരു മുകളിലേക്ക് കൊണ്ട് ഒരു സ്മൈൽ ഉണ്ട് ആ മക്കളുടെ മുഖത്തില്. ആറാ മക്ക യതീമായ മക്കത്, ഉമ്മ ബാബറ കല്ലുടെ മക്കത്. ആ മക്ക കുറെ ആൾ റെസ്പോൺസിബിൾ ആക്കിയിട്ട് ഇന്ന ഡ്രസ്സിലായിട്ട് തക്ബീരെ ധ്വനി ചെന്നിട്ട് ആ മക്ക ദുനിയാവ് കരുന്ന മെസ്സേജ് ആയിട്ട് ആ കിടാവ് ചെന്ന് ആ 13 വർഷത്തെ ആൺ കിടാവ് ചെന്ന് പലക്ക ഈ ഖുർആന്റെ ആയത്ത് ഓതി ചെന്ന് ഖണ്ഡിതമായിട്ട് അല്ല ഞങ്ങളെ പരീക്ഷിച്ചുകൊണ്ടുള്ള ഞങ്ങൾ പേടിപ്പാട്ടിക്കൊണ്ടുള്ളൊരു ഞങ്ങൾക്ക് അല്ലാഹുമൈ ഞങ്ങൾ ഉമ്മ ബാപ്പ മൗത്തായി പോയിച്ച് ഞങ്ങൾക്ക് അല്ലാഹുമൈ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ആൾമാർ ഞങ്ങൾക്ക് ലോസ് ആയി പോയരു ഞങ്ങൾ ഉമ്മ ബാപ്പ നഷ്ടപ്പെട്ടു പോയിച്ച് ഞങ്ങൾക്ക് ദയിക്കുകയില്ല. ഞങ്ങൾക്ക് ഉമ്മാച്ചനെ വിളിക്കും ഉമ്മ ഇല്ല, ബാപ്പാച്ചനെ വിളിക്കും ബാപ്പ ഇല്ല. പെരുന്നാളെ നാൾ കൊസിപിടുക ആരൊട്ടിಗೆ പോണു ചെന്ന് ഞങ്ങൾക്ക് പിടിയില്ല. ആയെങ്കും ഹസ്ബുനല്ല ഞങ്ങൾക്ക് അല്ലാഹുമൈ ചൊല്ല ആ തക്ബീർ ധ്വനി ഉണ്ടല്ലേ ನಾನು ನಿಂಗ ಆಘೋಷಿಸನ್ಕತೆ ಈ ಈದುಲ್ ಅದತ್ ತಕ್ಬೀറും ആ തക്ബീറും കമ്പയർ ആക്കുമ്പോ ഞങ്ങൾ എത്ര ഭാഗ്യശാലി ആൾമാരായിട്ടുള്ള എത്ര അനുഗ്രഹമായിട്ട് ഞങ്ങൾ ആസ്വദിച്ചോണ്ടില്ലേ. ഒരു പേടിയില്ലാതെ ഞങ്ങൾ ഈദ് ആഘോഷിക്കുമ്പോ ഒരു കാലം നടത്താതെ വന്നെങ്കിൽ പോലും ഞങ്ങൾ ഔത്ത് ഞങ്ങൾക്ക് ഒരു പേടിയില്ലാഞ്ച്, ഞങ്ങൾ ഔത്ത് ഫുഡ് ഞങ്ങൾക്ക് പേടിയില്ലാഞ്ച്, ഞങ്ങൾ ഇട്ട ഡ്രസ്സുകൾ ഞങ്ങൾക്ക് പേടിയില്ലാഞ്ച്. ഞങ്ങൾ ഈദിൽ ആഘോഷിച്ചിട്ടുള്ള ഈദിൽ കൊസിപ്പെട്ടിരിക്കുമ്പോ ദുനിയാവ് ഒരു ഭാഗത്ത് മുസ്ലിം ഉമ്മത്ത് ബുൾപുട്ടോ ഇന്റെ ഈദിൽ ഞങ്ങൾക്ക് ഫുഡ് ഓടെ ചെന്ന് ഇന്ത ഈദിൽ പിന്നെ ഞങ്ങൾക്ക് ഫുഡ് ഓടെ ചെന്നകത്തെ ഈ ആയത്ര വിശദീകരണ ആ 12 വർഷം കിടാവ് ചൊല്ലുമ്പായിട്ട് ഞങ്ങൾ ആഘോഷിച്ചുള്ള ഈദ്
എത്ര വലിയ നിഅമത്ത് അല്ലാഹു നമുക്ക് തന്നെ മനസ്സിലാക്കുന്ന ഈദായിട്ടുണ്ട്. ഈദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് ദുനിയാവുടെ മുസ്ലിം ഉമ്മത്തുണ്ടല്ലേ, അതൊരു ശരീരം പോലായിട്ടുണ്ട്. ഒരുപാട് ഞങ്ങളെല്ലാം തടിയായിട്ടുള്ള ഈ കൈക്കൊന്ന് നൊമ്പല എനക്ക് ഫീൽ ആവുന്നത്, എന്റെ കൈക്ക് നൊമ്പലായിട്ട് ഒരു തലകുത്താമ എനക്ക് ഫീൽ ആയിട്ട് എനക്ക് തലകുത്തിയ ഉണ്ട്. അതേപോലെ ആയിട്ട് ദുനിയാവ് മുസ്ലിം ചൊല്ല പേരിൽ എങ്ങനെ അല്ല ചൊല്ലേ ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين. പലക്കത്തിൽ വെച്ച് ഏറ്റവും നല്ല പലക്ക് അല്ല ചൊല്ലേ മിമ്മൻ ദഅ ഇലല്ലാഹ്. ആൽമാരെ പക്കൽ നിങ്ങൾ അല്ലാഹുടെ പക്കൽ ആൽമാരെ നിങ്ങൾ വിളിക്കൂ. നിങ്ങൾ വിളിക്കുക മാത്രം അല്ലാഹു ചൊല്ലേ സ്വന്തം നിങ്ങൾ അമൽ സ്വാലിഹത്താക്കും. നിങ്ങൾ പ്രൗഡിൽ ചൊല്ലുക, നിങ്ങൾ പ്രൗഡിൽ ചൊല്ല പേടിക്കേണ്ട. നാളെ മുസ്ലിം ആയിട്ടില്ല, നന്റെ റബ്ബ് അല്ലാഹു ആയിട്ടില്ല, നന്റെ ഗ്രന്ഥ ഖുർആൻ ആയിട്ടുണ്ട്, നന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടുണ്ട്. ആദർശത്തെ അംഗീകരിക്കുമ്പോഴായിട്ടിക്കറ് നാനാനൊന്ന് പ്രയാസം കറ നമ്മുടെ ജീവിതത്തിൽ. ഇഷ്ടപ്പെട്ട ആൾമാർ ദൂരെ പോകേണ്ടി വരും. റായത്തിൽ ജമാഅത്തിൽ ദൂരെ പോയിക്കിട്, കുടുംബക്കാരങ്ങൾ ദൂരെ പോയിക്കിട്, പുതിയ പുതിയ പേരിലായിട്ട് ഞങ്ങൾ അറിയപ്പെട്ട് നൂതനവാദിങ്ങ പുതിയ ദീന്റെ ആൾമാർ ഇങ്ങനൊരു പുതിയ ദീനായിട്ട് ഞങ്ങളെ കാട്ടണമെങ്കിൽ എത്ര കാലഘട്ടത്തിൽ മിഞ്ചുമ്പോ ഞങ്ങൊന്ന് മനസ്സിലാക്കുന്ന വിഷയമായിട്ടുണ്ട്. ഉലുൽ അസ്മ 5 നബിമാർ ഞങ്ങൾ ചരിത്രം നോക്കെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം ചരിത്രം നോക്കുമ്പോൾ ഇങ്ങനെല്ലാം ഒരേ കുടുംബത്തെ ആൾമാരല്ല, ഒരേ റായത്തങ്ങ പോലും അല്ല. മാത്രമല്ല ദുനിയാവ് കർന്ന് പറഞ്ഞ അംബിയ മുസൽ ആൾമാർ ഇങ്ങനെല്ലാം എത്തുപാട്ടി മെസ്സേജ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ല ഒരു ഇലാഹ അല്ലാഹു അല്ലാണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴായിട്ട് സത്യവിശ്വാസിയായി നാം നിങ്ങൾ മനസ്സിലാക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല തവക്കൽ ചൊല്ല ജീവിത, ഭരവസ ചൊല്ല ജീവിത അത് ഞങ്ങൾ ലൈഫിൽ വേണു. അത് എന്തൊക്കെ പേര് ചൊല്ലുണ്ടായെങ്കിൽ ചില ആൾമാർ ഇങ്ങനെ നോക്കിട്ടിക്കോറും മക്കബറത്ത് കടന്നു പോണ്ട ആൾമാർ, ജാറത്ത് കടന്നു പോണ്ട ആൾമാർ, അള്ളാഹു അല്ലാത്ത തങ്ങൾ വിളിച്ചു തേണ്ട ആൾമാർ, അള്ളാഹു അല്ലാത്ത നാച്ചു കൊടുക്കപ്പോണ്ട ആൾമാർ അങ്ങ് ഒരേ പ്ലേസിൽ എപ്പം പീസ് ഓഫ് മൈൻഡ് ഇക്കില്ല, നെമ്മതിക്കില്ല. ഇത് ഇവിടെ ഒരു മക്ക് വരുന്നെങ്കിൽ ഇത് ചില ആൾമാർ ചൊല്ലുന്നു അവിടെ ഇതിരക്കാണ് പോലീസുള്ള മക്ക് വരുന്നു അങ്ങ് അവിടേക്കും കടന്നു പോകേണ്ടി വരും. അവിടെ ആൾമാർ മാർക്കേണ്ടാക്കടെ മൈക്കാളുള്ള മക്ക് വരുന്നു ഇവിടേക്ക് വരും. ഇത് മാത്രം അയ്യാവില്ല മനുഷ്യന്മാർ എത്തൽ തോന്നുന്നെങ്കിൽ ഞങ്ങൾ റായത്തുള്ള മക്ക് വര വേണ്ടേ, ഞങ്ങൾ റായത്ത് ഇങ്ങനത്തെ വേണ്ടേ ചെന്നിട്ട് ഞങ്ങൾ ഒരു കാലഘട്ട ചെന്നോ ഇന്ന ഒരു കബറായിട്ട് അത് വലിഞ്ഞു വെക്കോണ്ടേ ഇണ്ട് ഞങ്ങൾക്ക് കണ്ടോ ചുറ്റുപാടില് ഏതാറായത്തിൽ മരണപ്പെട്ട ആൾമാരെ മയ്യത്ത് മയ്യത്തൊടുത്ത് ബന്ത് ഖബറിൽ അടിക്കുന്ന ബദൽകായിട്ടിക്കറ് ഏതാ ഒരു പ്ലേസിൽ അടക്കിട്ട് ഇന്ന് നെക്സ്റ്റ് പണ്ട് ജനറേഷനുക്ക് ഇന്ന് നെക്സ്റ്റ് പണ്ട് തലമാർക്ക് ഒരു വലിയ ബിസിനസ് ഉണ്ടാക്കണേ ശിർക്കിനെ കേന്ദ്രത്തെ ഉണ്ടാക്കണേ ചുറ്റുപാടിൽ നാനും നിങ്ങൾ മിഞ്ചുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ ഈ തൗഹീദിന്റെ വാല്യൂ എന്തിനെ ചെന്ന് ഒന്ന് നോക്കാൻ ഞങ്ങൾ ബിസിനസ് ലോസ് ആയി പോയിട്ട് ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ആൾമാർ ഞങ്ങൾ ഇതിൽ മരണപ്പെട്ടു പോയിട്ട് അല്ലെങ്കിൽ എല്ലാം തീർന്നു പോയിട്ട് ലൈഫ് തിരികെ ഈ തൗഹീദ് ചൊല്ലനിക്കത്തെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശായിട്ടിക്കറ് ഖൽബുക്ക് ചൊന്ന സമാധാനത്തിന്റെ പല ബടക്കത്തെ ആക്കിയാളായിട്ടിക്കുവ പറയ വേണ്ടാത്ത സ്വറനാൻ ആക്കിയാനായിട്ടിക്കുവ റായത്തിലൊക്കെ ഇസ്സത്തിക്കല ചുറ്റുപാടൊക്കെ ഇസ്സത്തിക്കല ഒരേ ഒരു ഭരവസായിട്ട് കൽബുലില്ലേ ആരും മാഫാക്കില്ലെങ്കിൽ നന്റെ റബ്ബ് നന്റെ മാഫാക്കിട ആട് നന്റെ ദൂറാക്കിയെങ്കിൽ നന്റെ റബ്ബൊന്നും നന്റെ ദൂറാക്കില്ല ഞാൻ നന്റെ റബ്ബുടെ പടങ്ങടെ നക്ക് നന്റെ റബ്ബുമൈ ഹസ്ബുനല്ലാഹ് ചൊല്ലനിക്കത്തെ ആ തൗഹീദിന്റെ ആൾമാർഗല്ലാണ്ട് വേറെ ആർക്ക് സാധ്യമുണ്ട് റബ്ബിനോട്ടേക്ക് മുട്ട കരീബാകൂ. ഈ തൗഹീദിനെ ബലിച്ചായിട്ടുണ്ട്. അള്ളാഹു ഇതെല്ലാവരും കൊടുത്തിട്ട് മനസ്സിലാക്കുന്നു. നബിമാരുടെ ചരിത്രം എടുത്തു നോക്കണ്ടെങ്കിൽ അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുക്കുന്നു. 150 വർഷ ചില ആൾമാർ ചെല്ലുന്നു ഈ സലഫി ആൾമാർക്ക് ഇൻകെന്തിന് വേറെ വിഷയമില്ലേ, ഈ സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കുമെന്ന ആൾമാർ ഇൻക്ക് വേറെ എന്ത് വിഷയമില്ല, വേറെ വേറെ പ്രോബ്ലംസ് ആയിട്ടുണ്ട്. അതെല്ലാം വിട്ടിട്ടു തൗഹീദ് ശിർക്ക് തൗഹീദ് സുന്നത്ത് ബിദഅത്ത് ഇത് മാത്രം ടോപ്പിക് ചൊല്ലുമ്പോൾ ഒന്ന് മനസ്സിലാക്കുന്നു. അഹിന്ദ വർഗത്തെ ആൾമാരില്ലാത്തൊരു സന്ദർഭം, ക്രൈസ്തവ സഹോദരമില്ലാത്ത സന്ദർഭത്തിൽ വെച്ചിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 150 വർഷം ആറുകായിട്ട് ചെന്ന് കൊടുത്തേ ഞങ്ങളുടെ സമുദായത്തമാ ഞങ്ങളെ ഉമ്മത്രമാ എല്ലാ പ്രോബ്ലംക്കും സൊല്യൂഷൻ അള്ളാഹുടെ മടങ്ങരുത് ഫഫിറു ഇലല്ലാഹ്. വേറെ ഒരു സൊല്യൂഷൻ ഞങ്ങൾക്കില്ല. ഒരു അക കെട്ടുമ്പോ ക്രോസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് ഇന്റീരിയറും അതുക്ക് വേണമെങ്കിൽ ഡിസൈൻ ആക്കിയിട്ട് ഞങ്ങൾ ഔത്ത് പ്രീ പ്ലാൻ ആക്കിയിട്ട് അവ ചെന്താക്കിക്കൊണ്ടിരിക്കുമ്പോ ഔത്ത് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഔത്ത് ഹാലത്ത് എന്താവും. അതേപോലെ ഞങ്ങൾ ഇസ്കാറ, ഞങ്ങൾ ഹജ്ജ്, ഞങ്ങൾ നോമ്പു, ഞങ്ങൾ ദാനധർമ്മ, ഞങ്ങൾ സദഖ തൗഹീദില്ലാത്ത ഒരു സദഖ വല്ലാഹി അല്ലാഹുക്ക് വേണ്ട. തൗഹീദില്ലാണ്ട് ആകാശ ഭൂമി നിയന്ത്രിക്കുന്ന കോഴിക്കോട് വ്യക്തി പേരെടുത്ത് ചെല്ലകത്തെ ആ നിസ്കാർ അല്ലാഹുക്ക് വേണ്ട, ആ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്
ലാ ശരീക ലക്. ഇതല്ലേ ഈ തൽബിയ ചെന്ന് പോയേ ഹജ്ജാജിമാർ ചെന്നെടുക്കത്തെ ആ മക്കത്തെ മരുഭൂമിയിൽ വെച്ചിട്ട് ആ മക്കത്തിൽ വെച്ചിട്ട് ദുനിയാവുടെ എല്ലാ മുസ്ലിം ആൾമാർ ഒന്നിച്ച് ചെന്നെടുക്കത്തെ അവിടെ പൈസ തോന്നിന്ന അവിടെ പാവത്തോണിന്ന വലിയ വലിയ അധികാരിമാർ ഇന്നോട് ഒരു സ്ഥാനമാന മാനദണ്ഡത്തിലെല്ലാം അങ്ങ് ചെന്നു പോയേ അങ്ങോട്ട് Z+ സെക്യൂരിറ്റി ഇല്ലാന്ന് അങ്ങനെ ചുറ്റുപാട് സിന്ദാബാദ് വിളിക്കുന്ന ആൾമാരില്ലാന്ന് അങ്ങനെ ചുറ്റുപാട് പക്ഷത്തെ ആൾമാരില്ലാന്ന് അങ്ങെല്ലാരും വൈറ്റ് തുണിയിട്ട് ചെന്നു പോയ ഫലക്ക ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നിന്റെ വിളിക്ക് ഓ കൊടുത്ത് ഞങ്ങൾ എത്തിയ റബ്ബേ, ഞങ്ങൾ എത്തിയ റബ്ബേ, ഞങ്ങളുടെ എത്തിയ റബ്ബേ. ലാ ശരീക ലക ലക്. അല്ലാഹുവേ ഒരു ശരീക്കും നീ കാക്കില്ല റബ്ബേ. ആകാശം ഉണ്ടാക്കിയ വിഷയത്തില്, ഭൂമിനെ ഉണ്ടാക്കിയ വിഷയത്തില്, ആകാശത്ത് മലപ്പുറപ്പാട്ട വിഷയത്തില്, ഭൂമിയിൽ ഞങ്ങൾക്ക് റിസ്ക് തന്റെ വിഷയത്തില്, ഞങ്ങൾക്ക് മക്കൾ തന്റെ വിഷയത്തില്, നന്റെ ദുനിയാവിടെ എല്ലാം കാഴ്ചപ്പാട് നീ എഴുതി എനിക്ക് ഗ്രന്ഥത്തിൽ ലിഖിതമായ ഗ്രന്ഥത്തിൽ ഉള്ളതല്ലാണ്ട് ഒന്നും സംഭവിക്കില്ല. നിന്റെ ഒരു വ്യക്തിരുമാ ഒരു ശക്തിരുമാ ഓ പവറുമാ ഞങ്ങൾ ശരീക്കാത്തില്ല റബ്ബേ. പിന്നെ ഒന്നും ശരീക്കില്ല റബ്ബേ. ഇന്നൽ ഹംദ വന്നിഅമത എല്ലാം സർവസ്തുതി നിക്കായിട്ടുണ്ട് അല്ലാഹുവേ. പിന്നെ എല്ലാ അനുഗ്രഹത്തെ ഉടയനായിരുന്നു അല്ല നീനായിട്ടുള്ള റബ്ബേ. നിന്റെ കയ്യിലായിട്ട് എല്ലാ ഉടയത്തെ എല്ലാ അനുഗ്രഹത്തെ സ്ഥാനമാനത്തും എല്ലാത്തും ആടലിത്ത് അല്ലാഹു നിന്റെ കയ്യിലേ. പിന്നെ ലാ ശരീക ലക്. ഇല്ല റബ്ബേ, ഒരു പാർട്ട്ണർ നിൽക്കണ ആക്കില്ല റബ്ബേ. നിന്റെ അടിക്ക് ഒന്നും ശരീക്കാക്കില്ല ചെല്ലുന്ന ആൾമാർ ഞങ്ങൾ ചുറ്റുപാട് പഴയ മക്ക് പുറത്തേക്ക് സിയാർത്താക്കിട്ടായിട്ട് ആ ഹജ്ജിക്ക് പോയിട്ടായി നഷ്ടപ്പെട്ടു പോയിട്ട് ലാക്കാഫ് അങ്ങനെ കാസ് ലാക്ക് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ സമയം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഹജ്ജ് പോലും നഷ്ടപ്പെട്ടു പോയി. ഇത് ഞങ്ങൾ ചൊന്നോലല്ല ഇത് റബ്ബ് ചൊന്നോൽ ചെല്ലുമ്പോ ഇതായിട്ട് ഞങ്ങൾക്ക് പണിയാക്കൂല്ലേ. ഇനി ഇതില്ലാണ്ട് ഞങ്ങൾക്ക് അല്ലാഹ് വിജയക്കാരെന്ന് പറഞ്ഞ വിചാരിച്ചെങ്കിൽ അല്ല ചെല്ലേ. അല്ലാഹു ചൊല്ല പല ഖുർആനില് വലാ തഹ്നൂ വലാ തഹ്സനൂ വഅൻതുമുൽ ലൗലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഞങ്ങൾ എന്തിനു പേടിക്കറേ? അല്ലാഹു ഖുർആനിൽ ഞങ്ങൾക്ക് വാഗ്ദാനം തന്റെ. നിങ്ങൾ ബേജാറായിരണ്ട, നിങ്ങൾ പേടിച്ചിരണ്ട. അല്ല നിങ്ങൾ പേടിച്ചിരണ്ട. പല നമത്തെ പേടി പല നമത്തെ കറാളമായി കാണുന്നകളെ മേലിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കൂടെ റൈസ് ഇല്ലാത്ത പല ഞങ്ങൾക്കൊന്ന് മിഞ്ച ഒരു മൃഗത്തെ കാണാൻ കീഴ് മാത്രം മിഞ്ച ഇങ്ങോട്ട് മിഞ്ചനു ഇല്ല. നിങ്ങൾ മിഞ്ചോ തീരാ മുസ്ലിം ചൊല്ല പേരില് ലാ ഇലാഹ ആദസ് അംഗീകരിക്കുന്ന ആൾമാർ നിങ്ങളെ പള്ളിയിലാവട്ടെ നിങ്ങളെ ബാങ്കാവട്ടെ അതിനൊക്കെ എന്തോ ജോറ് കേക്കോത്തീരാ. അതെല്ലാം കൂടെ ഉള്ളത് ആവശ്യമില്ല. അത് ഔട്ട് ആയിട്ടിക്കര് അത് ഇന്നോ പ്ലേസ് ആയിട്ടിരിക്കുന്ന പേടിപ്പാട്ട് രൂപത്തിൽ വെച്ചിട്ട് ഞങ്ങൾ ഇല്ലാണ്ടാക്കുന്ന പ്രയത്ന അത് അബുജാഹിലാക്കിട്ട് അബുജാഹിൽക്ക് സാധ്യമായില്ലല്ലേ. ഫിർഔൻ ആക്കിട്ട് അന റബ്ബുക്കുമുൽ അഅല നാനല്ല ബിൽ റബ്ബു ഫിർഔൻക്ക് സാധ്യമായില്ല. നമ്രൂദ് ആക്കിട്ടിന്ന നമ്രൂദുക്കും സാധ്യമായില്ല. ഇനി ദുനിയാവിന്റെ അഹങ്കരിക്കുന്ന ആൾമാറും പ്രയത്ന ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശത്തില്ലാണ്ടാക്കുന്നു. ഇതിനെ ಒಡಕೋನು ಇದರ ಒಡಕೊಂಡು ಎಲ್ಲ ನಮ್ಮ ಸಫಲಕಾರನ ಕಾಕು ಸಾಧ್ಯ ಅಂಗಬಿಯರ್ಸಂಗ ಅಲ್ಲ ಚಲ್ದೆ ವಲಾ ತಹೀನು ವಲಾ ತಹಜನು വഅൻതും ലൗലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ല ചൊല്ലി ഒരു പേടി നിങ്ങൾക്ക് വേണ്ട, ഒരു ബേജാർ നിങ്ങൾക്ക് വേണ്ട. ആരബിൽ അല്ലാഹു ചൊല്ലേ മക്ക ബർത്തേതൊരു ഈമാന്റെ പണി ബേക്കർ ആൾമാരതൊരു അല്ലാഹു ചൊല്ലല്ല. ആകാശ ഭൂമി നിയന്ത്രിക്കಂತೆ ഒരു വ്യക്തിയുടെ പേരിൽ ആൾമാർ അല്ലാഹു ചൊല്ലല്ല. കഷ്ടപ്പെടുന്നപ്പ മുട്ടല് തങ്ങന്മാരൊട്ടിക്കും ബാബന്മാരൊട്ടിക്കും ബേബിമാരൊട്ടിക്കും ഈമാൻ പണി ബേക്കർ ആൾമാർ അല്ല ചൊല്ലല്ല. അല്ല ചൊല്ലേ നന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെങ്കിൽ നന്റെ റബ്ബുനക്ക് മൈ ചൊല്ലേ ഈമാനോടെ മിഞ്ച ആൾമാർ അല്ല ചൊല്ലേ വഅൻതും ലൗലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനായിട്ടായെങ്കിൽ അന്തിമ വിജയ അതിന് ഇൻകായിട്ടുണ്ട്. അതിന് ഇൻകായിട്ട് അല്ല ചൊല്ലേ. അതല്ല ചരിത്രമാരെ ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ചൊല്ലേ ഖുർആന്റെ ആയത്തിൽ അല്ല ചൊല്ലേ റസൂലിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃയോഗ്യമായ ചരിത്രമുണ്ട്. ഒരു മാതൃ ഉണ്ട് ചൊല്ലുമ്പോൾ പല നബിമാർ നിങ്ങൾ ചരിത്രം എടുക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ ആഘോഷിച്ചെടുക്കത്തെ ഈദുൽ ചരിത്രം എടുക്കുന്നു. ഈ ഉലിയത്തെ ചരിത്രം എടുക്കുക. കാലി പുതിയ ഡ്രസ് ഇട്ടിട്ട് തക്ബീർ ചൊല്ലുന്നത് മാത്രമല്ല ഒരു ത്യാഗോജ്ജലമായ തൗഹീദ് ജീവിത നയിച്ചെടുക്കത്തെ ഇബ്രാഹിം നബിയുടെ ചരിത്രം. അത് അള്ളാഹുടെ മാത്രം ആരാധിക്കൊഞ്ചം തുടങ്ങിയത് എവിടെ? അത് എവിടെ തുടങ്ങിയ തൗഹീദിന്റെ സന്ദേശ സ്റ്റാർട്ടിങ് തുടങ്ങിയത് തന്റെ ബാപ്പട്ടായിട്ടുണ്ട്. എങ്ങനെ യാ അബതി ലിമാ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. തന്റെ പരിസരത്തെ ബാപ്പ ഒന്നും കാണാത്തൻകത്തെ ഒന്നും കേൾക്കാത്തൻകത്തെ ഒരു ഉപകാരം നിങ്ങൾക്ക് ആക്കോ സാധ്യമില്ലാത്തൻകത്തെ ഒരു ഉപദ്രവം പോലും നിങ്ങൾക്ക് ആക്കോ സാധ്യമില്ലാത്തൻകത്തെ ബിംബത്തെ എതിര് ബാപ്പ നീನು കേൾക്കുന്ന ചെല്ലുമ്പോഴേക്ക് എന്റെ കാലി ബിംബത്തെ വിഷയം മാത്രമല്ല ഖബറോട് പോയി ചെല്ലുന്ന ആൾമാരോട്ടിക്ക് ഞങ്ങൾക്കും കേൾക്കില്ലേ. ഒന്നും നിങ്ങളെ കാണാത്തൻകത്തെ നിങ്ങളെ പലക്കെ കേൾക്കാത്തൻകത്തെ നിങ്ങൾക്ക് ഉപകാരമാക്കില്ലത് നിങ്ങൾക്ക് ഉപദ്രവമാക്കില്ല. അനന്ത ഒരു ഖബറൊട്ടിനെ പോയി കേൾക്കുമ്പോ ഒന്ന് മനസ്സിലാക്കണം റബ്ബ് സുബ്ഹാനഹു വ തആല ചൊല്ലേ അനൈസല്ലാഹു ബികാഫിൻ അബ്ദാ. നന്റെ അടിമയ്ക്ക് നാൾ മയ്യാവലെ കേൾക്കുമ്പോ എന്ത് കൊണ്ടിട്ടായിട്ട് ആ തൗഹീദ് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ല. റബ്ബ് നിങ്ങൾക്ക് നക്രീ മൈച്ചന്റെ ഈമാന്റെ പലക്ക എന്തുകൊണ്ട് ഞങ്ങളെ വായിൽ പറവ് സാധ്യമായിട്ടില്ല.
അതായിട്ട് ഈമാന്റെ കുറച്ച് ഊടായിട്ട് ജീവിതത്തിൽ തവക്കുൽ ചെല്ലിന്റെ ഭാഗം കടന്നു പറയില്ലേ, എല്ലാം അവസാനിച്ചു പോയിട്ട് എല്ലാം തീർന്നു പോയിട്ട് നമ്മുടെ ലൈഫിന് റിസൾട്ട് കിട്ടല, നമ്മുടെ ലൈഫ് തീർന്നു പോയിട്ട് ബിയറിക്കുന്ന മൂമെന്റിൽ സൂസൈഡ് കടന്നു പോണ്ട ആൾമാർ, അല്ലെങ്കിൽ ജാരത്തിന് മക്കുപുറത്തും അല്ലെങ്കിൽ വേണ്ടാത്ത ശരിക്കും വിശ്വാസം കടന്നു പോണ്ട ആൾമാർ മനസ്സിലാക്കുന്നു. തീയുടെ എതിരു നിപ്പാറ്റിനെങ്കിൽ മില്ലത്ത് ഇബ്രാഹിം ചരിത്രം മനസ്സിലാക്കണ്ടെങ്കിൽ തീക്കിട്ടെ മൂമെന്റിലായിട്ട് അല്ലെ ഒരു തീയുടെ എതിരു നിപ്പാട്ട് ഞങ്ങൾ മനസ്സിലാക്കും. ആ തീ എതിരു കണ്ടുകൊണ്ട് ഇനി തെല്ലിനകത്ത് തീക്കിട്ടെ ആ തീൽ കറിഞ്ഞ് ഭസ്മാവും എനിക്ക് ഒരു മൂമെന്റിലായിട്ട് ജിബ്രീൽ കടന്നു വന്ന് കേക്കറേ, യാ ഇബ്രാഹിം ഹല്ലത ഹജ്ജ, ഇബ്രാഹിം നബി നിങ്ങൾക്ക് എന്തായാലും സഹായ വേണ, ഇബ്രാഹിമിന് ചെല്ലാൻ തല്ലേ ജിബ്രീലെ ഒന്നും സഹായിക്ക് ജിബ്രീലെ ಅದಕ್ಕೆ ಮುನ್ನೂಲಂಡಿ ಇಟ್ಟೇಂಟ ഒന്നുലണ്ട് ബച്ചാവാത്ത ചെല്ല പതലുക ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന പലക പുഞ്ചിരിയോടെ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നക്കനണ്ട അല്ലാഹുമൈ നമ്മുടെ രക്ഷക അല്ലാഹുവായിട്ടുള്ള ഏതിരെ തീക്കെതിരെ ചൊല്ല പലക്കായിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തീക്ക് ഓർഡർ ആക്കരെ കുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തൗഹീദിക്ക് തീക്ക് തൊട സാധ്യയില്ല, തീടെ അല്ലാഹു തണുപ്പാക്കിയ മൂസാ നബി ചരിത്രം എടുത്തു നോക്കൂ. തവക്കുലാക്കാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം മനസ്സിലാക്കേണ്ടായെങ്കിൽ മൂസാ നബി ലാ ഇലാഹ ഇല്ല ആദർശം അംഗീകരിച്ച് ചില ആൾമാർ ബനു ഇസ്രായേൽ കൂട്ടത്തെ പാവപ്പെട്ട ആൾമാർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമു ആ ഒരു സുദീർഘമായ ചരിത്രത്തിൽ പ്രായപ്പെട്ടു പോണിച്ചു അള്ളാഹുടെ വഹി വന്ന സന്ദർഭത്തിലായിട്ട് കടന്നു പോകുമ്പോയിട്ട് അങ്ങ് നോക്കി ഏതോ കടൽ കണ്ടോണ്ടു ഒരു തെരുവില്ല മൂസാ നബിക്ക് വന്ന ആൾമാർ ചെന്നു മൂസ കുടുങ്ങിയല്ലോ മൂസ നങ്ങ കുടുങ്ങിപ്പോയല്ലോ മൂസ ഞങ്ങൾക്ക് ഒരു തെരുവില്ല ചെല്ലുമ്പോയിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശം നോക്കി ചെന്ന് ഫലക്ക ഇന്ന മഅയ റബ്ബി സയഹദി നക്കലന്റെ അല്ലാഹ് ഞങ്ങളൊട്ടി ನನ್ನ റബ്ബ് തെരുക്കാട്ടെ ഒരു തെരുവില്ലാത്തനക്കത്തെ ഒരു എൻഡിങ് കാണാത്ത കടലിലെ മുന്നിലായിട്ട് തൗഹീദ് പ്രഖ്യാപിക്കറേ, ഈമാൻ പ്രഖ്യാപിക്കറേ, തവക്കുൽ പ്രഖ്യാപിക്കറേ. അല്ലാഹു ചൊല്ലുടെ മൂസാ നബിയെ നിങ്ങളെ കയ്യിൽ പഠിക്കൊണ്ട കടൽ കടിക്കൽ ചൊല്ലും പഠിക്കും സഹോദരന്മാരെ. ആ തൗഹീദ്, ആ ഈമാൻ, ആ തവക്കുൽ കടലിൽ ഓപ്പൺ ആക്കിയിട്ടായിട്ട് വിശ്വാസികളെ സംരക്ഷിച്ചുണ്ടായെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടി അഹങ്കരിച്ച ആൾമാരെ ഇന്നും ദുനിയാവുടെ അഹങ്കരിച്ച ആൾമാർക്ക് വാർണിംഗ് അല്ലാഹു ചൊല്ലുടെ ഫിർഔന്റെ മുക്കി കൊന്ന പോലെ ആ തന്നിൽ വിശ്വാസികൾ അല്ലാഹു സംരക്ഷിച്ച നിഷേധിച്ച ആൾമാർ അല്ലാഹു മുക്കി കൊന്ന. ഇന്ന് മുഹമ്മദ് നബി ചരിത്രം മനസ്സിലാക്കേണ്ടായെങ്കിൽ മക്കത്തെ മുശ്രിക്കുകളോട് 40 വർഷ കാലഘട്ടം മിഞ്ചിൽക്കെത്തെ ആ മുഹമ്മദ് നബി അങ്ങ് വിളിച്ചേ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേര് അൽ അമീൻ. മുഹമ്മദ് ന്യായവന്ത, അലി സത്യവന്ത. മുഹമ്മദ് എത്ര തോൽച്ചെന്ന് അമാനത്ത് ഏൽപ്പിക്കെന്നെങ്കിൽ മക്കത്തെ മുശ്രിക്കാട്ട് തന്നെ മുഹമ്മദ് കൊടുക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ മുഹമ്മദ് നബിയെ മാട്ടക്കാരച്ചൊന്ന് വിളിച്ചില്ലേ, മജ്നൂച്ചൊന്ന് വിളിച്ചില്ലേ? എന്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശത്തെ മനസ്സിലാക്കിയ ആൾമാർ എത്തുപാടി കൊണ്ട് കാരണമായിട്ടുണ്ട്. ഇണ്ട് ഞങ്ങൾ പേരിക്ക് ഞങ്ങൾക്ക് ചെറിയ വിഷയം ടെൻഷൻ ആയിട്ടുള്ള ഫാമിലി ഞങ്ങൾ ദൂരെ വെച്ചോളൂ, ജമാഅത്തിൽ ഞങ്ങൾക്ക് പക്ക തന്നോ ഇല്ല, ഖബർ എടുക്കാൻ വിട്ടോ ഇല്ല, ഞങ്ങൾ പെൺമക്കൾ നിക്കാ ലെറ്റർ തന്നോ ഇല്ല, ഇതെല്ലാം പൊയ്ച്ച് അൽഹംദുലില്ലാഹ് തൗഹീദ് റബ്ബ് സുബ്ഹാനഹു അടിവർച്ച് നിപ്പാട്ട ഹക്ക് ഹക്കായിട്ടുണ്ട്, ബാത്തിൽ ബാത്തിലായിട്ടുണ്ട്. സബറോട് ഞങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ അന്തിമ അല്ലാഹു തന്റെ ഞങ്ങൾ ഈമാനിക്കോലായിട്ടിക്കര് അവിടെ മനസ്സിലാക്കുന്നു. ആ മുഹമ്മദ് നബിയെ കൊല്ലം ചെന്ന് മക്കത്തെ ആൾമാർ മക്കത്തെ മുശ്രിക് പണ്ഡിതന്മാർ തീരുമാനിച്ച സന്ദർഭത്തിലായിട്ടിക്കര് അങ്ങ് അവിടെ ഒരു ഓഫർ കൊടുക്കേ 100 വണ്ടനങ്ങ കൊടുക്കറ മുഹമ്മദ് കൊന്നിട്ടാങ്ക് അല്ലാഹുടെ വഹി ബണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചൊല്ല് ഹിജ്റ പോകു മക്കത്തെ മദീനത്തിന് ഹിജ്റ പോണു. ആ ഹിജ്റ പോണ സന്ദർഭത്തിലായിട്ടിക്കര് സൗർ ഗുഹയിലായിട്ടിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെച്ചിട്ടിക്കര് അബൂബക്കർ സിദ്ദീഖ് ചൊല്ല് ശത്രുമാർ കടന്നുകൊണ്ട് കണ്ടോണ്ട് ആ സൗർ ഗുഹയുടെ മുട്ട. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചൊല്ല് റസൂലേ അങ്ങ് വന്നോല്ലോ റസൂലേ, അങ്ങ് ഇനി പഗ്ഗി നോക്കിയുണ്ടായെങ്കിൽ ഇതിലെ മുട്ട വന്നിട്ടായെങ്കിൽ റസൂലേ ഞങ്ങൾ കൊല്ലുടലുള്ള റസൂലെ ചെന്ന് ബുൽപ്പുടെ കണ്ണോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോ അവിടെ ചൊല്ല് പലക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തഹ്സനു ഇന്നല്ലാഹ മഅന, ലാ തഹ്സനു ഇന്നല്ലാഹ മഅന. ഏ മൂമെന്റ് തീർന്നു പോയിട്ട് ലൈഫ് തീർന്നു പോയിട്ട് ശത്രുങ്ങൾ പെണ്ണുണ്ടായ കൊന്നിട്ടു അവശേഷിച്ചു പോണ്ടൊരു ഞങ്ങളുടെ പേരില്ലാണ്ട് ആക്രമിച്ചു എനിക്കത് മൂമെന്റിൽ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനാക്കടേ. എന്ത് സമാധാനാക്കടേ? ലാ തഹ്സനു ഇന്നല്ലാഹ മഅന. എന്തിക്ക് പേടിക്കരുത്, അല്ലാഹ് ഞങ്ങളൊട്ടില്ല, നന്റെ റബ്ബ് ഞങ്ങളൊട്ടില്ല ചെല്ലുമ്പോയിട്ടിക്കര് ആ ഈമാൻ പ്രഖ്യാപിച്ചത്, ആ തൗഹീദ് പ്രഖ്യാപിച്ചത്, ആ തവക്കുൽ പ്രഖ്യാപിച്ച ജീവിതമായിട്ടിക്കര് സഹോദരന്മാരെ ഇന്നലെ ആഘോഷിച്ചെനിക്കത്തെ മില്ലത്ത് ഇബ്രാഹിം ഞങ്ങൾക്ക് പഠിക്കുക കാണാൻ സാധ്യത. പല നബിമാരുടെ ചരിത്രം ഞങ്ങൾക്ക് കാണാവുള്ളത് അതിന് മാത്രമായിട്ടുണ്ടു. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ ആ തൗഹീദ് അടിവർച്ച് മിഞ്ചുമ്പോ തവക്കുലും സബറും ഞങ്ങൾ ലൈഫിൽ വലിയ ഇമ്പോർട്ടന്റ് വിഷയമായിട്ടുണ്ട്. അതുപോലെ ജീവിച്ചിട്ട് അതുപോലെ ദുനിയാവുടെ യാത്ര പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് തൗഹീദ് കലിമത്ത് ചെന്ന് മരിക്കോലെ തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ
മനസ്സിലാക്കൂല്ലത് തൗഹീദ് ചൊല്ലത് ഇത് ദുനിയാവും ആഖിറത്തെ പാരത്രിക വിജയത്തെ തെരുവായിക്കും. ഇതില്ലാന്ന് ഞങ്ങൾ എല്ലാ അമൽ അത് ബർബാദായി പോണ്ടിത്, എല്ലാ അമൽ ബർബാദായി പോണ്ടിത്. ಅದಕ್ಕೆ അള്ളാഹു ചൊല്ലേ ചില ആൾമാര് ചെല്ലರು ನಂಗೆ ಆರೆ ಟ್ರಸ್ಟ್ ಹಾಕು, ನಂಗೆ ಆರೆ ಪರವು ಪೋನು, ನಂಗೆ ಎಂದೇ ತೆರು അങ്ങൊന്ന് ചൊന്നോളರು ഇങ്ങൊന്ന് ചൊന്നോളರು അല്ല ചൊല്ലേ വഅതസിബു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖ്. നിങ്ങ ഭിന്ന ഭിന്നായിരണ്ട അല്ല ചൊല്ലേ മുസ്ലിം ഉമ്മത്ത് നിങ്ങൾ ഭിന്ന ഭിന്നാവണ്ട. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ കട്ടിപ്പിടിക്കുക. നിങ്ങൾ ഒരു ഉമ്മത്ത്, നിങ്ങൾ ഒരു സമുദായം, നിങ്ങൾ റബ്ബുടെ കലാമിനെ കട്ടിപ്പിടിക്കുക. ഇന്റെ ഉമ്മത്തിന്റെ ഹാലത്ത് എന്തിരെ ഏതൊരു ഖുർആനെ കട്ടിപ്പിടിക്കുക. അത് പിടിച്ചില്ല, അത് പിടിക്കാത്ത കാരണം കൊണ്ടിട്ടായിരിക്കും നാളെ മഹ്ശറ മൈതാനത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയായിട്ട് പറഞ്ഞു ചൊല്ലപ്പലക വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റബ്ബേ നന്റെ ഖൗമിന്റെ ആൾമാർ ഖുർആന്റെ കടകണിച്ചു. ഒരു സമയം ഖുർആന്റെ അംഗീകരിച്ചിട്ടുണ്ടായെങ്കിൽ, ആ ഖുർആന്റെ സ്വീകരിച്ചിട്ടുണ്ടായെങ്കിൽ ഏതാറായത്തിൽ മരണപ്പെട്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മയ്യത്തെടുത്ത് വന്നിട്ട് എങ്ങനായിട്ട് അതിന് മുന്നിൽ നിൽക്കുക സാധിക്കാൻ. അതല്ല ഒരു കൈരെതിര് പോയിട്ട് ആ കൈ ഞങ്ങൾക്ക് സഹായിക്കുമെന്ന് എങ്ങനായിട്ട് ഇബാദത്ത് സാധിക്കാൻ. അതല്ല ഉണ്ടായെങ്കിൽ അങ്ങനെ നമുക്ക് മക്കൾ തന്നു, മക്കളില്ലാണ്ട് മരണപ്പെട്ടു പോയെങ്കിൽ ഒരു വ്യക്തിയുടെ കബറിനെതിരെ പോയിട്ട് നിങ്ങളെ ബർക്കത്ത് കൊണ്ട് മക്കളെ കിട്ടുമെന്ന് ചൊല്ലിട്ട് എങ്ങനെ ഞങ്ങൾക്ക് ദുആക്ക് സാധിക്കാൻ? ഇല്ല, ഒരിക്കലും സാധ്യമില്ല. അങ്ങ് അംഗീകരിച്ചില്ല ഖുർആന്റെ, അങ്ങ് വിശ്വസിച്ചില്ല ഖുർആന്റെ, അങ്ങ് കളിയാക്കിയ ഒരു ഖുർആന്റെ, അങ്ങ് തമാശയാക്കിയ ഒരു ഖുർആന്റെ. അപ്പൊ സഹോദരന്മാരെ, സലഫി ആദർശത്തെ ആൾമാർ, സലഫി വെച്ച് നടക്കുന്ന ആൾമാർക്ക് ചെല്ലുകില്ലേ ഒരു ഭിന്നിപ്പല്ല, ഒരു ഫിത്നല്ല. ഞങ്ങൾക്കുള്ള വലിയ ദൗത്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലങ്ങത്തെ ഈ ആദർശത്തെ ഞങ്ങളെ സഹോദരന്മാർക്ക്, ഞങ്ങളെ കുടുംബക്കാർക്ക് എത്തുപാട്ടുകില്ലേ. ആ എത്തുപാട്ടും ഒരു തമാശ കടന്നു വരും, കുറെ ഞങ്ങൾ തമാശയാക്കൂ. ആ തമാശ ഞങ്ങൾ സ്വീകരിക്കുന്നു. നാളേക്കൽ അല്ലാഹുക്കോട്ട് VIP ആയിട്ട് അങ്ങ് പോകുന്നു ഇൻഷാ അല്ലാഹ്. ഒരു അതിഥിയായിട്ട് പോകുന്നു. റബ്ബുടെ വഹദാനെ എത്തുപാട്ട് കാരണം കൊണ്ടിട്ട് ഞങ്ങൾ തമാശാക്കിയത് അത് ഞങ്ങൾ ടെൻഷൻ ആക്കുകയില്ല. ഇന്ന് ഞങ്ങളെ പോകുമ്പോ ബാക്കിൽ നോക്കി ചിരിച്ചത് ഞങ്ങൾ എന്ത് ടെൻഷൻ ആക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗല്ലിക്ക് പോയിട്ടും സ്ട്രീറ്റിക്ക് പോയിട്ടും ഓപ്പൺ ചെല്ലുമ്പോ ഞങ്ങളെ പരിഹസിച്ചതും ഞങ്ങളെ കേട്ടിട്ടും കേൾക്കാണ്ട് പോയതും ഞങ്ങൾക്ക് ഒരു ഫറക്കും ഇല്ല. ഞങ്ങൾക്ക് മാത്രമേ നാളെ റബ്ബറെ കൂടുതൽ വലിയ അമലായിട്ട് കിട്ടുകൊണ്ട്. അതായിട്ട് സ്റ്റാർട്ടിംഗ് ഓതി ആയത്ത് എന്തായി എന്നെ ദുനിയാവിനെ ആക്കിനെന്തായി പാർത്തിക ജീവൻ ആക്കിനെ ചില പലക്ക അത് ഞങ്ങൾക്ക് കിട്ടുപോണ്ടതായിട്ട്. അപ്പൊ ഞങ്ങൾ ലക്ഷ്യ പാർത്തിക ജീവിതമായിട്ട് ഞങ്ങളെല്ലാം ഒരു ഉമ്മത്ത്, ഞങ്ങളെല്ലാം പരസ്പര സഹോദര സഹോദരിമാർ. ഞങ്ങൾ കൽബിൽ ഒരു ദ്വേഷിക്കോ തീരാ, ഒരു പകയ്ക്കോ തീരാ, ഒരു ചതിക്കോ തീരാ, ഒരു വഞ്ചനിക്കോ തീരാ. അതെല്ലാം കൂടെ സഹോദര കണ്ട് തമസാക്കരുതാ, അല്ലെങ്കിൽ അവന്റെ കീഴാക്കരുത്. ഞങ്ങൾക്ക് ഇക്കോ തീരാ. ഞങ്ങൾ തൗഹീദിന്റെ ആത്മാക്കം ജീവിക്கிறாங்க. ഞങ്ങൾ പരസ്പര സഹോദരന്മാരായിട്ടുള്ള ഞങ്ങൾ ഇഖ്വാൻ, ഞങ്ങൾ ഒരു സഹോദരന്മാർ ഒരു എല്ലമൂത്തെ പോലെ മിഞ്ചുകുള്ള എനിക്കത്തെ ഒരു സാഹചര്യമായിട്ട്. അപ്പൊ അതുപോലെ മിഞ്ചുകായിട്ട് റഹ്മാനായ റബ്ബു ഈ ദുനിയാവിൽ അവന്റെ മാത്രം ആരാധിക്കുന്ന ഞങ്ങളെ കത്തിരി ആ പണി ഞങ്ങൾ ആക്കൂല്ലേ. ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ചിട്ട് റബ്ബറെ എല്ലാം പണിയാക്കണം. ബിസിനസ് ടൈം കൊടുക്കുക, മക്കൾ ടൈം കൊടുക്കുക, എഡ്യൂക്കേഷൻ ടൈം കൊടുക്കുക, ഞങ്ങൾ ലൈഫ് എല്ലാ ടൈമും കൊടുത്തില്ല. ഒന്ന് മനസ്സിലാക്കൂ, 5 വക്ത് നിസ്കാരത്തിൽ 10 മിനിറ്റ് കൊടുക്കുക. ഞങ്ങൾക്ക് ടൈം ഇല്ല. സലാം വിട്ട് ഞങ്ങൾ പോയിട്ടാണ് ഞങ്ങൾക്ക് ബിസി, ഞങ്ങൾ ചുമ്മാ ബിസി ആയിട്ടുള്ള ലൈഫിലും. അതല്ലെങ്കിൽ അള്ളാഹോട് ബിസി ചൊല്ലു, ഞങ്ങൾക്ക് ടൈം ഇല്ല. ഖുർആൻ ഓതുക ഞങ്ങൾക്ക് ടൈം ഇല്ല. ബാക്കി എല്ലാത്തിനും ഞങ്ങൾക്ക് ടൈം ഉണ്ട്. ഈ ടൈമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ടൈം ഞങ്ങൾ നിസ്കാരം ഞങ്ങൾ ഓതിയ ഖുർആൻ ഞങ്ങൾ എത്തുപാടി ദാവ ഇതെല്ലാം കിട്ടുപോണതായിരിക്കും. ആയസബ് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ. ആ റഹ്മാന്റെ വഹദാനിയത്ത് മനസ്സിലാക്കി ജീവിച്ച് മാത്രമല്ല അದ್ರ ಆಲ್ಮಾರ್ಗೆ ಎತ್ತುಬಾದ ಬಿಲ್ಲೆ ಜವಾಬ್ದಾರಿ ഞങ്ങളുടെ മേലുണ്ട്. എത്ര ആൾമാർ കൊടുക്കാത്തനെ അമത് ഞങ്ങൾ ആരെ തമസാക്കില്ല, ആരെ പരിഹാസാക്കില്ല, ആരെ ഞങ്ങൾ കളിയാക്കുകയില്ല. അവനെന്താങ്ങനെ ഓനെന്തെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഞാൻ നണ്ടൊന്ന് ആഴ്ചനാക്കും. നാനൊന്നും എങ്ങനെ ഇന്നല്ലേ, ഞാൻ ഏതോ ഒരു ഹാലത്ത് ഇന്നല്ലേ റബ്ബ് സുബ്ഹാനഹു നന്റെ കൂടെ എത്തുപാട്ടല്ലേ, നന്റെ തൗഹീദ് റബ്ബ് കൊണ്ടു തന്നല്ലേ. ഈ തൗഹീദ് ഗിഫ്റ്റ് നാളെ പാർത്തിക ലോകത്ത് സ്വർഗത്ത് കൊണ്ട് തരുടെ ആ സ്റ്റെപ്പിടൊക്കെ അല്ലാഹു കാട്ടിയല്ലേ ചൊന്ന് റബ്ബ് ഞങ്ങൾ ശുക്റാക്കി മിഞ്ചിട്ട് ആൾമാർക്ക് എത്തുപാട്ടില്ലേ. അതുപോലെ ജീവിച്ചിട്ട് മൽക്കൂലെ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ.